ലൈവില് ജിസയില് സ്റ്റോർ റൂം വഴി പ്രവേശിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. സ്റ്റോർ റൂം വഴിയാണ് ജിസയില് കയറിയത്. ആര്യനാണ് സ്റ്റോർ റൂം പോയി തുറന്നത്. ആര്യൻ പോയി ഹഗ് ചെയ്തു. എന്നിട്ട് ജിസയിൽ എല്ലാവരോടും മിണ്ടി. ജിസയിൽ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഗ്യാപ്പിൽ തന്നെ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി എക്സ് കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അല്ലാതെ അവരുടെ മനോവീര്യം തകർക്കാൻ വേണ്ടിയല്ല, അതുകൊണ്ട് പുറത്തെ കാര്യങ്ങൾ പറയാതിരിക്കാന്ന് പറഞ്ഞ ലെക്ചർ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്സ് ഓരോന്നോരോന്നായിട്ട് ചോക്ലേറ്റ് വിതരണ ചടങ്ങായിരുന്നു. അപ്പൊ ഈ ഒരു ഗ്യാപ്പില് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അനീഷിന്റെ അടുത്ത് പോയി ആണ് ജിസയിൽ ഇരിക്കുന്നത്. എന്നിട്ട് അനീഷിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അനീഷിനോട് പറയുന്നുണ്ട് ഞാൻ കോടന്നൂര് പോയിരുന്നു, ബ്രദറിനെ കണ്ടിരുന്നു, അങ്ങനെ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് റിയലി പോയോ, എന്ത് പറഞ്ഞു എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. പിന്നെ ജിസയിൽ പറയുന്ന ഒരു കാര്യം, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആഫ്റ്റർ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ജിസയിൽ സംസാരിക്കുന്നു. എന്നിട്ട് അനീഷിന്റെ അടുത്ത് ജിസയിൽ ചോദിക്കുന്നു, അനീഷ് വൈൻ കുടിക്കുവോ പാർട്ടിയുടെ അന്ന്, വോഡ്ക കുടിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് ഇല്ല, കുടിക്കില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ടോക്ക് ഇവർ തമ്മിൽ ഉണ്ടാകുന്നുണ്ട് ലൈവിനകത്ത്. ചുമ്മാ ഉള്ളൊരു ടോക്കാണ്. ശരിക്കും ജിസയില് അനീഷിനോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം അതെനിക്ക് ഇപ്പോഴേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്താണ് ജിസയിൽ ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. അത് അവർ തമ്മിൽ സംസാരിക്കുമായിരിക്കും. എന്റെ പ്രഡിക്ഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിസയിൽ അത് അനീഷിന്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അത് ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യം വന്നു കയറിയപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു ചോദ്യം, പക്ഷെ വന്നു കയറിയപ്പോൾ ചോദിച്ചില്ല. എന്താണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക കേട്ടോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.